അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളിലെ ചലനം എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, പേജ് നമ്പർ നിങ്ങൾക്കറിയാം 108 പേജ്. യു നോ ദാറ്റ് ദെയർ ഈസ് മൂവ്മെൻറ്റ് നോട്ട് ഓൺലി ഇൻ അനിമൽസ് ബട്ട് ഓൾസോ ഇൻ പ്ലാന്റ്സ്. നിങ്ങൾക്കറിയാം ചലനം ഉള്ളത് ജന്തുക്കളിൽ മാത്രമല്ല സസ്യങ്ങളിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അത്രയും മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, പ്ലാന്റ് മൂവ്മെൻറ്റ്സ് ഒക്വർ അക്കോർഡിംഗ് ടു സ്റ്റിമുലി. പ്ലാന്റിൻ്റെ ചലനങ്ങൾ എന്തനുസരിച്ച്? സ്റ്റിമുലി അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ ചലനങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ internal or external instigation that evoke a response in living organism is called stimuli. അപ്പോൾ സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ ആയിട്ട്, അതായത് ഒരു ജീവജാലത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറമെയോ കാണുന്ന ഒരു ഇൻസ്റ്റിഗേഷൻ അനുസൃതമായിട്ട് ഉണ്ടാകുന്ന റെസ്പോൺസിനെ അല്ലെങ്കിൽ പ്രതിപ്രവർത്തനത്തിനെ നമുക്ക് എന്ത് എന്ന് പറയുവാനായിട്ട് സാധിക്കും? സ്റ്റിമുലി എന്ന് പറയാം. ജീവജാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണത്തിന് കാരണമാകുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്ത് പറയാം? സ്റ്റിമുലി അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയാം. ഈ പ്രതികരണം ഒന്നുകിൽ അതിൻ്റെ ഉൾഭാഗത്തായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗത്തായിട്ടായിരിക്കാം ഉണ്ടാകുന്നത്. അപ്പം ഈ ഉദ്ദീപനം അത് ഏതൊരു ജീവജാലത്തിൻ്റെയും ഉള്ളിലായിരിക്കാം അല്ലെങ്കിൽ പുറത്തായിരിക്കാം. ഇത്തരത്തിൽ ഉള്ളിലോ പുറത്തോ, ഇത്തരത്തിൽ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്, ഇഫ് ദെയർ ഈസ് എ റെസ്പോൺസ് ഇൻ എ ലിവിങ് ബീയിങ് കോസ്ഡ് ബൈ എ സ്റ്റിമുലി, ദെൻ നമുക്കതിന് ഉദ്ദീപനം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെയാണ്? ലൈറ്റ്, വാട്ടർ, ഗ്രാവിറ്റി, ടച്ച്, കെമിക്കൽ സബ്സ്റ്റൻസ് എക്സെട്ര ആർ സ്റ്റിമുലി. അതായത് എന്തൊക്കെയാണ്? ലൈറ്റ് പ്രകാശം, ജലം, ഗ്രാവിറ്റി സ്പർശനം, കെമിക്കൽ രാസപ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം എന്ത്? സ്റ്റിമുലിക്ക് കാരണമാക്കിത്തീരുന്നു. ദാറ്റ് കോസസ് പ്ലാന്റ് മൂവ്മെൻറ്റ്സ്. ഇവയെല്ലാം പ്ലാന്റുകളുടെ അല്ലെങ്കിൽ ചെടികളുടെ ചലനത്തിനും കാരണമായി തീരുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. അനലൈസ് ഫിഗർ 4.2, അതായത് ഫിഗർ 4.2നെ നമ്മളോട് വിശകലനം ചെയ്യുക. ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വേരിയസ് പ്ലാന്റ് മൂവ്മെൻറ്റ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാന്റ് മൂവ്മെൻറ്റുകളെ കണ്ടെത്തുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് കോസ് മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് 4.2ൽ തന്നിരിക്കുന്നത് ഒരു ബീൻസ് ആണ്. അപ്പോൾ ഈ ബീൻസിൻ്റെ വള്ളി മുകളിലേക്ക് കയറി പോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സ്പർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന ഒരു ടച്ച് മീ നോട്ട് പ്ലാന്റ് ആണ്. ടച്ച് മീ നോട്ട് പ്ലാന്റിനെ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ അത് കൂമ്പി പോകുന്നു. ഓക്കെ, അതും സ്പർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ആർ ഓൾ ദ പ്ലാന്റ് മൂവ്മെൻറ്റ്സ് ദാറ്റ് യു ഹാവ് ലിസ്റ്റഡ് റിലേറ്റഡ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലി. അതായത് നമ്മളോട് ചോദിക്കുകയാണ്, ഉദ്ദീപനത്തിനനുസൃതമായി മാത്രമാണോ പ്ലാന്റുകളുടെ ചലനം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അനലൈസ് ഇലിസ്ട്രേഷൻ 4.11 ആൻഡ് എക്സാമിൻ ദ വാലിഡിറ്റി ഓഫ് അവർ ഫൈൻഡിങ്സ്. ഇനിയിപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഇലിസ്ട്രേഷൻ 4.1 ഒന്ന് എക്സാമിൻ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? പ്ലാന്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. എന്താണ് കാണുന്നത്? സസ്യചലനം. ഓക്കെ, ഒന്നാമതായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രോപ്പിക്ക മൂവ്മെൻറ്റ്. എന്താണ് ഈ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രോപ്പിക്ക മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂവ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലീസ്. അതായത് ഉദ്ദീപനത്തിൻ്റെ സൈഡിലേക്ക്, ഉദ്ദീപനത്തിന് അനുസൃതമായിട്ട് അല്ലെങ്കിൽ ഉദ്ദീപനത്തിൻ്റെ ദിശയ്ക്ക് അനുസൃതമായിട്ടുള്ള ചലനത്തെയാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഉദ്ദീപനത്തിന് അനുസൃതമായിട്ടുള്ള ചലനത്തെ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന പ്ലാന്റ് മൂവ്മെൻറ്റ് നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലി. അതായത് ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനങ്ങളെയാണ് എന്ത് പറയുന്നത്? നമുക്ക് നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയാം. അതായത് സസ്യത്തിൻ്റെ ചലനത്തെ രണ്ട് രീതിയിൽ നമുക്ക് വിഭജിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് ട്രോപ്പിക്ക മൂവ്മെൻറ്റ്, ദ സെക്കൻഡ് വൺ ഈസ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ട്രോപ്പിക്ക മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ദ മൂവ്മെൻറ്റ് ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് ദ സ്റ്റിമുലി. അതായത് സ്റ്റിമുലിക്ക് അനുസൃതമായിട്ട് ചലനം ഉണ്ടാകുന്നു. നാസ്റ്റിക് മൂവ്മെൻറ്റിൽ എന്താണ്? സ്റ്റിമുലിക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ അനുസൃതമല്ലാത്ത രീതിയിൽ ചലനം ഉണ്ടാകുന്നു. ഇനി നമ്മൾ 109 പേജിലേക്ക് വരികയാണ്. അനലൈസ് ഇലിസ്ട്രേഷൻ 4.2 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനലൈസ് ഇലിസ്ട്രേഷൻ, വിശകലനം ചെയ്യുക. ഇലിസ്ട്രേഷൻ 4.2 ഐഡൻറ്റിഫൈ ഹൗ ദ മൂവ്മെൻറ്റ് ഓഫ് ഷൂട്ട് ആൻഡ് റൂട്ട് ആർ റിലേറ്റഡ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലി. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ റൂട്ടിൻ്റെയും മുളയുടെയും, അതായത് മുളച്ചു വരുന്ന കൂമ്പിൻ്റെയും ചലനം
ഏതൊക്കെ സ്റ്റിമുലിക്ക് അനുസൃതമായിട്ട് ഏതെല്ലാം സ്റ്റിമുലിയുടെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് എന്ന് നമ്മളോട് ഒന്ന് കണ്ടെത്തുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏതാണ് ഇലുസ്ട്രേഷൻ 4.12 ആണ് തന്നിരിക്കുന്നത്. ഇലുസ്ട്രേഷൻ 4.12 നിങ്ങൾ ആ പുസ്തകം എടുത്തു വെച്ചിട്ട് നോക്കുക. അത് എടുത്തു വെച്ചിട്ട് നോക്കിയാൽ മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്? ഒന്നാമത്തെ പിക്ചറിൽ എന്താണ് കണ്ടിരിക്കുന്നത് നോക്കിക്കേ. ഫോട്ടോട്രോപ്പിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു സസ്യം പ്രകാശത്തിന് അനുസൃതമായിട്ട് അതിന് ചലനം ഉണ്ടാവുകയാണെങ്കിൽ, പ്രകാശത്തിനനുസൃതമായിട്ട് അത് ചലിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇൻ റെസ്പോൺസ് ടു ലൈറ്റ് എന്ന് നമുക്ക് പറയാം. രണ്ടാമതായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ജിയോട്രോപ്പിസം, അതായത് ഒരു വസ്തുവിൻ്റെ ചലനം ഗ്രാവിറ്റിക്ക് ഗുരുത്വാകർഷണത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് സംഭവിക്കുന്നതായിട്ട് കാണാം. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജിയോട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ചലനം ഗ്രാവിറ്റിക്ക് അനുസൃതമായിട്ട്, അത് ഒന്നുകിൽ ഗ്രാവിറ്റിക്ക് എതിരായിട്ടാകാം അല്ലെങ്കിൽ ഗ്രാവിറ്റിക്ക് അനുസൃതമായിട്ടായിരിക്കാം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? വേരുകൾ ഗ്രാവിറ്റിക്ക് അനുസൃതമായിട്ട് താഴേക്കും, സസ്യഭാഗം ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ട് മുകളിലേക്കുമായിട്ടാണ് പോകുന്നതായിട്ടാണ് കാണുവാനായിട്ട് തന്നിരിക്കുന്നത്. മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് ഏതാണ്? ഹൈഡ്രോട്രോപ്പിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ പദാർത്ഥത്തിൻ്റെ ചലനത്തെയാണ് നമുക്ക് അതിന് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുവാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് എന്താണ്? ക്യാൻ വി ഡിവൈഡ്? ഇനിയിപ്പോൾ നമുക്ക് പോകുവാനായിട്ട് പോകുന്നത് എന്തിലേക്കാണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രോട്രോപ്പിസം ഗ്രോസ് ഇൻ ടേൺ പ്ലാന്റ് റൂട്ട്സ് ടുവേഡ്സ് ഓർ അവേ ഫ്രം ദ മോയ്സ്ചർ. അതായത് ഹൈഡ്രോട്രോപ്പിസത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഒന്നുകിൽ ഈ സാധനം ജലത്തിൻ്റെ അടുത്തേക്ക് വളരും, അല്ലെങ്കിൽ ജലത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ടേബിൾ തന്നിരിക്കുകയാണ്, ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. അതായത് ട്രോപ്പിക് മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊരു ടേബിൾ തന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണമല്ലോ. എന്താണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? മൂവ്മെൻറ്റ് ഓഫ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലി. അതായത് ഒരു ചെടിയുടെ ആ ചലനം, ആ ഒരു ഉദ്ദീപനത്തിന് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലിക്ക് അനുസരിച്ചുള്ള ചലനത്തെയാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ടേബിൾ 4.7 ആണ്. ട്രോപ്പിക് മൂവ്മെൻറ്റുകളെ കുറിച്ചാണ്. ഒന്ന് പ്ലാന്റ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, അതിന് ഒന്ന് ട്രോപ്പിസത്തിൽ ഏതാണ് അതിനുപയോഗിക്കുന്ന സ്റ്റിമുലി ഏതാണ്, അത് ഏത് സൈഡിലേക്കാണ് അത് പോകുന്നത്, ഡിറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ റൂട്ട്സ്, അതിൻ്റെ റൂട്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ആ പുസ്തകം എടുത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് നോക്കിയിരിക്കണം. ഓക്കെ, പ്ലാന്റ് മൂവ്മെൻറ്റ് ഇൻ ഫോട്ടോട്രോപ്പിസത്തിൽ എന്താണ് ചെയ്യുന്നത്? ഈ പ്ലാന്റ് പ്രകാശത്തിനോടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിയോട്രോപ്പിസത്തിൽ എന്താണ്? ഈ പ്ലാന്റ് ഗ്രാവിറ്റിയോടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രോട്രോപ്പിസത്തിൽ എന്താണ്? ഈ പ്ലാന്റ് എന്തിനോടാണ്? വെള്ളത്തോടാണ് അല്ലെങ്കിൽ ജലത്തിനോടാണ് പ്രതികരിക്കുന്നത്. ഇനി പ്ലാന്റിൻ്റെ സ്റ്റിമുലി എന്താണ്? ഫോട്ടോട്രോപ്പിസത്തിൽ എന്താണ് സ്റ്റിമുലി? ലൈറ്റ് ആണ് അതിൻ്റെ സ്റ്റിമുലി ആയിട്ട് വരുന്നത്. ജിയോട്രോപ്പിസത്തിൽ എന്താണ്? ഗ്രാവിറ്റിയാണ് സ്റ്റിമുലി ആയിട്ട് വരുന്നത്. ഹൈഡ്രോട്രോപ്പിസത്തിൽ എന്താണ്? വാട്ടറാണ് സ്റ്റിമുലി ആയിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? ഡിറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ സൂട്ട് ഓർ പ്ലാന്റ്. എന്നിട്ട് നമ്മളോട് മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഡിറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്. അതായത് ആ ചെടിയുടെ എന്തൊക്കെയാണ് ഈ ഡിറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്, അതിൻ്റെ വേരിൻ്റെയോ ചലനദിശ എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ വേരിൻ്റെ ചലനദിശയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജലട്രോപ്പിക് ചലനത്തിൽ അല്ലെങ്കിൽ ഹൈഡ്രോട്രോപ്പിസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഫോട്ടോട്രോപ്പിസത്തിൽ വേരുകൾ എങ്ങോട്ടാണ് സംഭവിക്കുന്നത്? എയ്തർ ടുവേർഡ്സ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഓർ അവേ ഫ്രം ഇറ്റ് ഇത് സംഭവിക്കുവാനായിട്ട് സാധിക്കും. ജിയോട്രോപ്പിസത്തിൽ എയ്തർ ടുവേർഡ്സ് അപ്പ് ഓർ ടുവേർഡ്സ് ഡൗൺ, അതായത് ഒന്നുകിൽ മുകളിലേക്ക്, അത് എതിരായിട്ട്, അല്ലെങ്കിൽ അത് താഴേക്ക് അതിനനുസൃതമായിട്ട്. ഹൈഡ്രോട്രോപ്പിസത്തിൽ ഒന്നുകിൽ ജലത്തിന് അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ ജലത്തിൽ നിന്നും അകന്നു പോകാം. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ വയ്ക്കുക. ഫോട്ടോട്രോപ്പിസത്തിൽ ഒന്നുകിൽ അത് എന്താ ചെയ്യുന്നത്? ടുവേർഡ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഓർ അവേ, അതായത് പ്രകാശത്തിലേക്ക് പോകാം അല്ലെങ്കിൽ തിരിച്ചു വരാം. ജിയോട്രോപ്പിസത്തിൽ ഗ്രാവിറ്റിക്ക് അനുസൃതമായിട്ട് പോകാം അല്ലെങ്കിൽ വിപരീതമായിട്ട് പോകാം. ഹൈഡ്രോട്രോപ്പിസത്തിൽ ജലത്തിന് അടുത്തേക്ക് പോകാം അല്ലെങ്കിൽ ജലത്തിൽ നിന്ന് അകന്നു പോകാം. ഇത്തരത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന ഏതാണ്? 2 other tropic movements found in plants are given illustration 4.3. ഇനി മറ്റ് 2
കാര്യങ്ങൾ കൂടി നമുക്ക് ഇലിസ്ട്രേഷൻ 4.13 തന്നിട്ടുണ്ട്. ഏത്? ഈ ട്രോപ്പിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ചുള്ള ചലനമായിട്ട്. ഫൈൻഡ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ആൻഡ് റെക്കോർഡ് ദം ഇൻ ദ സയൻറ്റിഫിക് ഡയറി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ സ്വഭാവങ്ങളും കൂടി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലിസ്ട്രേഷൻ 4.13 നോക്കുക. അതർ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്നുള്ളത് പേജ് നമ്പർ 109. ഒന്നാമത് തന്നിരിക്കുന്നത് എന്താണ്? ഹപ്പോട്രോപ്പിസം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് ഹപ്പോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹപ്പോട്രോപ്പിസം ഓൾസോ നോൺ ആസ് തിഗ്മോട്രോപ്പിസം എന്ന് പറയും. അതായത് ഹപ്പോട്രോപ്പിസത്തിന് തിഗ്മോട്രോപ്പിസം എന്ന് പറയും. ഇറ്റ് ഈസ് ഡിറക്ഷണൽ ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ് ഇൻ റെസ്പോൺസ് ടു ടച്ച്. അതായത് ഒരു സസ്യം എന്തിനോടാണ്? സ്പർശനത്തിന് അനുകൂലമായിട്ട് അത് വളരുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺട്രാക്ട് വിത്ത് ദ സോളിഡ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ആ സ്പർശനത്തിന് വിപരീതമായിട്ട് വളരുകയാണെങ്കിൽ എന്ത് പറയുന്നു? ഹപ്പോട്രോപ്പിസം എന്ന് പറയുന്നു. അപ്പോൾ ഹപ്പോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സസ്യം ഒന്നുകിൽ അത് സ്പർശനത്തിന് അനുകൂലമായിട്ട് വളരും, അല്ലെങ്കിൽ അത് സ്പർശനത്തിന് വിപരീതമായിട്ട് വരും. സോ ഇൻ ഹപ്പോട്രോപ്പിസം ദ പ്ലാന്റ് ഗ്രോസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടച്ച് ഓർ ഇൻ എഗനസ്റ്റ് ദ ടച്ച്. രണ്ടാമതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഒരു ഭാഗം ഏതാണ്? കീമോട്രോപ്പിസം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. എന്താണ് കീമോട്രോപ്പിസം എന്ന് പറഞ്ഞിരിക്കുന്നത്? ദ ഗ്രോത്ത് ഓഫ് ഓർഗാനിസം നാവിഗേറ്റഡ് ബൈ കെമിക്കൽ സ്റ്റിമുലസ്. അതായത് കെമിക്കൽ സ്റ്റിമുലൻസിൻ്റെ രാസപ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു സസ്യത്തിലെ ചലനമാണ് ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗാനിസം. അത് മിക്കവാറും ഒരു രാസവസ്തു ആ ഓർഗാനിസത്തിൻ്റെ പുറത്തുനിന്നും അകത്തേക്ക് വന്നതിന് ശേഷം, ഒരു പദാർത്ഥം അകത്തേക്ക് വന്നതിന് ശേഷം അതിലുണ്ടാകുന്ന ചലനത്തെയാണ്. ഓക്കെ. ഫെർട്ടിലൈസേഷൻ ആൻഡ് എൻലോഞ്ചേഷൻ ഓഫ് പോളൻ ട്യൂബ്സ് ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ, അതായത് എന്താണ്? പോളൻ വന്ന് ഫ്ലവറിൽ ചാടി അത് ഫെർട്ടിലൈസ് ആവുന്ന ആ പ്രോസസ്സിന് നമുക്ക് എന്ത് പറയാം? കീമോട്രോപ്പിസം എന്ന് പറയാവുന്നതാണ്. അവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഒന്ന് ഹപ്പോട്രോപ്പിസം എന്ന് പറയുന്നത്. ഹപ്പോട്രോപ്പിസത്തിൽ എന്താണ്? സ്പർശനത്തിന് അനുകൂലമായിട്ട്. കീമോട്രോപ്പിസത്തിൽ എന്താണ്? പുറത്തുനിന്നൊരു വസ്തു ഒരു ചെടിക്ക് അകത്തേക്ക് വന്ന് അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്ന ഏതാണെന്ന് ചോദിച്ചാൽ 110 പേജിലേക്കാണ്. അറേഞ്ച് സോ ഡസ്റ്റ് ആൻഡ് ആൻ എർത്തൻ ബോട്ട് ഫിൽഡ് വിത്ത് വാട്ടർ. നമ്മളോട് ഒരു എർത്തൻ ബോട്ട് മണ്ണിനകത്ത് നിറച്ച് വയ്ക്കുവാനാണ് പറഞ്ഞത്. ഒരു മൺകലം വെള്ളം നിറച്ച് മണ്ണിനകത്ത് നിറച്ച് വയ്ക്കുക. ഇൻ ബോക്സ് ആൻഡ് ഷോൺ ഇൻ ദ ഫിഗർ പ്ലേസ് സം ഗ്രാം സീഡ്സ് അറ്റ് ഡിഫറെൻറ്റ് പാർട്സ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചില എന്തെങ്കിലുടെയും വിത്തുകൾ ഇടുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് എ പോട്ട് ഔട്ട് കെയർഫുള്ളി ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളോട് ആ പോട്ട് എടുക്കുവാനാണ് പറഞ്ഞത്. ഒബ്സർവ് ദ ഡിറക്ഷൻ ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദ റൂട്ട്സ്. അപ്പോൾ ഈ ഗ്രോത്ത്, അവിടെ ഉണ്ടായിരിക്കുന്ന വേരുകളുടെ വളർച്ച എങ്ങോട്ടാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നാച്ചുറലായിട്ട് എർത്തൻ ബോട്ടിൽ നിന്ന് വെള്ളം പയ്യെ താഴേക്ക് ഊസ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ പയ്യെ ഊറി വരും. അതുകൊണ്ട് വേരുകളെല്ലാം ആ എർത്തൻ ബോട്ട് ഇരുന്ന ഡയറക്ഷനിലേക്കായിരിക്കും വരുന്നത്. ഹാവ് യു എവർ ടച്ച്ഡ് എ ടച്ച് മീ നോട്ട് പ്ലാന്റ്? നിങ്ങളൊരു ടച്ച് മീ നോട്ട് പ്ലാന്റിനെ അല്ലെങ്കിൽ ഒരു തൊട്ടാവാടിയെ തൊട്ടിട്ടുണ്ടോ? ഹൗ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ലീവ്സ് ഓഫ് ദ ടച്ച് മീ നോട്ട് പ്ലാന്റ്? എങ്ങനെയാണ് ആ തൊട്ടാവടിയുടെ ഇലകളുടെ ചലനം? വിച്ച് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഈസ് ദിസ്? വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് മൂവ്മെൻറ്റ്? എന്താണ് ആ പെക്യൂലിയാരിറ്റി ഓഫ് ആ ചെടിയുടെ ചലനത്തിന് ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ്? ടച്ച് മീ നോട്ടിനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ദീസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആർ കോൾഡ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ഇവിടെ എന്താണ് പറ്റുന്നത്? ഈ ടച്ച് മീ നോട്ടിൻ്റെ ചലനം സംഭവിക്കുന്നത് നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്? മൂവ്മെൻറ്റ് ഈസ് നോട്ട് ഡിറക്ഷണൽ മൂവ്മെൻറ്റ്. ഇതൊരു ഡയറക്ഷൻ ആയിട്ടല്ല. ഹിയർ ദ പ്ലാന്റ് റെസ്പോൺസ് ടു എ സ്റ്റിമുലി. ഇവിടെ ഒരു പ്ലാന്റ് ഒരു സ്റ്റിമുലിയോട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വന്നതെങ്കിലും ആ പ്ലാന്റിൽ മൊത്തമായിട്ടായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ടച്ച് മീ നോട്ട് തൊട്ടാവാടിയുടെ ഇലയുടെ അറ്റത്ത് നമ്മൾ തൊട്ടാലും ആ ഇല മൊത്തമായിട്ടായിരിക്കും കൂമ്പുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റിമുലിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. അഡാപ്റ്റേഷൻ ഓഫ്, ഇനി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? Adaptation of organism for their existence ranges from movement of molecules in cells to the various movements of organisms. അതായത് നമ്മളുടെ ഓരോ ജീവികളുടെയും അവയുടെ നിലനിൽപ്പിന് ആയത് സ്ഥലങ്ങളിലേക്ക് പറ്റുന്നതിന് വേണ്ടിയിട്ട് കോശങ്ങളിലെ തന്മാത്രകൾ, ജീവികളുടെ തന്മാത്രകൾ വൈവിധ്യങ്ങളാർന്ന ചലനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ചലനങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഓരോ ജീവജാലങ്ങളും നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്.